ടൗണിലാണേ ഉള്ളത്. നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലോ? മാമനിത് പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് ഷഡ്ഡവിടെന്ന് ഞങ്ങൾ പോയിട്ട് വന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. രാവിലെ തന്നെ അമ്മായി മീനൊക്കെ മേടിച്ചു വെച്ചിട്ടാണ് പോകാനായിട്ട് റെഡി ആയത്. കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാനും അമ്മും ബാക്കിലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ പിള്ളേരെ ഒതുക്കാൻ വലിയ പാടൊന്നും ഇല്ലാന്നേ. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത്. പിന്നെ ഇങ്ങനെയും സീറ്റ് ബെൽറ്റ് ഇടരുത് കേട്ടോ. നമ്മൾ നേരെ വിശാൽ മാർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള മടി കാരണമാണ് ഇടാഞ്ഞത്. ഇത് നമ്മുടെ ആലപ്പുഴയിലെ ആറാട്ടുവഴിയിലുള്ള വിശാൽ മാർട്ടാണ്. പിള്ളേർക്കെന്നാവട്ടെ വലിയവർക്കെന്നാവട്ടെ എന്ത് സാധനത്തിനാണേലും നല്ല ഓഫറാണ് ഇവിടെ. ഓഫറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ദാ ഒരു കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്. അത് പോട്ടെ, ഇവിടെ സോഫ്റ്റ് ടോയ്സിനാണെങ്കിൽ എന്താണെങ്കിലും നല്ല ഓഫറാണ്. ഞങ്ങൾക്ക് എടുത്ത ഡ്രസ്സ് ട്രയൽ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ കേറിയിട്ടുണ്ടായിരുന്നത്. ഏത് ഡ്രസ്സ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആണ്. നല്ല പിൻട്രസ്റ്റി ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും അമ്മായിയും കൂടെ പിടിച്ചു നിർത്തി 2 ഷോ ഇറക്കിയേക്കാം. ഖജനാവിന്റെ താക്കോലിന്റെ ഉടമസ്ഥൻ ബില്ലടയ്ക്കുന്ന രംഗമാണ്. ഈ വിലയ്ക്ക് കുറെ സാധനം വാങ്ങിയായിരുന്നേ. പിന്നെ അവിടുന്ന് താഫിൽ കഴിക്കാനാണ് പോയത്. ഈ ചില്ലുംകുട്ടി ഇരിക്കുന്ന അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന ഓരോന്ന് കാണിക്കുകയായിരുന്നു. ഇതേപോലെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഓർഡർ ചെയ്ത വെജ് ബിരിയാണി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായി മാമനും മീൽസ് ഓർഡർ ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മീൽസ് കഴിക്കാനായിട്ട് ഒരു കൊതി വന്നു. പക്ഷെ എന്നാലും ഞാൻ എന്റെ മൂഡ് മാറ്റിയില്ല. വിശപ്പിന്റെ വിളി എല്ലാവരും പലതരത്തിൽ ഉണർത്തുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും എങ്ങനെ ഞാൻ കഴിച്ച് തീർക്കുന്ന ഒരു ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ഗെയിം ഞാൻ കണ്ടത്. ഇത് സത്യം പറഞ്ഞ ഒരു നൊസ്റ്റു ഐറ്റം തന്നെയല്ലേ. പണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടായിരുന്ന ഗെയിമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണന്റെ ഒരു ഫ്രണ്ട് ഒരു സൈക്കിളുമായിട്ട് വന്നാൽ ഞാനൊക്കെ സൈക്കിൾ കിട്ടിയ കാലം മറന്ന് അതുകൊണ്ട് മേടിച്ചെന്ന് ചവിട്ടിയതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.